ഒരു ഹാബിറ്റ് എങ്ങനെ നമുക്ക് എഴുതുന്നത് കൂടെ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഒയിറ്റിൽ മിക്ക ലെറ്ററിൽ ഹാബിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹാബിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഹാബിറ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? Show a medical condition. So we can use the word he has been suffering from headache for the last 5 years, or we can use the mood word she has been experiencing headache for the last 5 years. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിക്കുന്നത് സെന്റൻസ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ കുറച്ച് സെന്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒയിറ്റി ലെറ്ററിൽ എഴുതുന്ന കുറച്ച് സെന്റൻസുകളാണ്. അത് തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്ത് അതിനെ ഏതൊക്കെ രീതിയിൽ കറക്റ്റ് ആയിട്ട് എഴുതാം എന്ന് പഠിക്കാം. പ്രധാനമായിട്ട് മെഡിക്കൽ ഹിസ്റ്ററി എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണാവോ? ക്യാൻ യു സീ ദ സ്ക്രീൻ ഓൾ ഓഫ് യു? സ്ക്രീൻ കാണാവോ? കാണത്തില്ലേ? ഇപ്പൊ കാണാവോ? നോക്കിക്കേ. യെസ്, ഓക്കെ. നമ്മള് മെഡിക്കൽ ഹിസ്റ്ററി പറയാൻ ഉപയോഗിക്കുന്ന കുറെ സെന്റൻസ് ഉണ്ട്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് എഴുതി അയക്കുമ്പോൾ അവരുടെ പേപ്പറിൽ നിന്നെടുത്ത കുറച്ച് സെന്റൻസുകളാണ് നമുക്ക് തരുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ സെന്റൻസ് ഇതാണ്. She has headache for the last 5 years എന്നാ പറയുന്നത്. ഈ സെന്റൻസ് കറക്റ്റ് ആണോ തെറ്റാണോ? പറയാമോ? ഈ സെന്റൻസ് കറക്റ്റ് ആണോ തെറ്റാണോ? തെറ്റ്. എന്തുകൊണ്ട് തെറ്റായിരിക്കുന്നത്? കറക്റ്റ് പറയണം. എന്തുകൊണ്ടാണ് തെറ്റായിരിക്കുന്ന ലോജിക്ക് അറിയാത്ത പിള്ളേർക്ക് മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ടാണ് തെറ്റായിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഓവർ ദ ലാസ്റ്റ് 5 years എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർ ദ ലാസ്റ്റ് 5 years എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ 5 വർഷമായിട്ടാണെന്നാ പറയേണ്ടത്. 5 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ 1ാമത്തെ വർഷം മുമ്പ് തുടങ്ങി, 5 വർഷം മുമ്പ് തുടങ്ങി, അത് കണ്ടിന്യൂ ചെയ്തു, ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഷീ ഹാസ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് എന്നൊരർത്ഥം വരുന്നുള്ളൂ. കുറെ കാലം മുമ്പ് തുടങ്ങി ഇപ്പോഴും ഉണ്ടെന്ന അർത്ഥമുണ്ടോ? ഇല്ല. നമ്മൾ അതിനെ ഏത് ടെൻസിലേക്ക് മാറ്റണം? ഏത് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് നമുക്ക് മാറ്റാം. നമുക്കൊന്ന് എഴുതാം. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ ആയ രീതി എന്ന് പറഞ്ഞ് എങ്ങനെയാണ് എഴുതേണ്ടത്? അടുത്തത് having എന്ന് പറയല്ലോ. She has been having പറയുന്നത് തെറ്റാണ്. She has been headache നമ്മൾ അനുഭവിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുന്നല്ല പറയുന്നത്. She has been experiencing. She has been experiencing and the headache over the last over for നിങ്ങൾക്ക് ഉപയോഗിക്കാം. For the last 5 years അങ്ങനെ നമ്മൾ പറയുന്നത്. 5 years. ക്ലിയർ ആയോ? He has been experiencing headache for the last 5 years. And he has been suffering from headache എന്ന് എഴുതിയാലും അതിലും ഒരു മിസ്റ്റേക്കും ഇല്ല. ഒയിറ്റി ഈ വാക്കിന് സഫറിംഗ് എന്ന് പറഞ്ഞ അലർജി ഒന്നും പറഞ്ഞിട്ടില്ല. We can use that word in OIT. It's a formal word and that is commonly used word to show a medical condition. So we can use the word he has been suffering from headache for the last 5 years, or we can use the mood word she has been experiencing headache for the last 5 years. ഒരു രീതി അതാണ്. ഇനി അടുത്ത രീതി ആരെങ്കിലും പറയാമോ? She has had headache. She has had present perfect tense ലാണ് എഴുതുന്നത്. present perfect tense ല് she has had a headache over the last 5 years. അത്രേ ഉള്ളൂ. ഇനി ഒരു രീതിയിലും കൂടി പറയാമോ? പറഞ്ഞോ. എന്താണത്? നമ്മൾ മുകളിൽ എഴുതിയത് ഷീ ഹാസ് ഹാഡ്. ഇതിൽ ആദ്യത്തെ ഹാസ് പ്രസന്റ് പെർഫെക്റ്റ് ഹെൽപ്പിംഗ്, പ്രസന്റ് പെർഫെക്റ്റ് ഹെൽപ്പിംഗ്. രണ്ടാമത്തെ ഹാഡ് തേർഡ് ഫോം ഓഫ് ദ വെർബുമാണ്. അതേപോലെ നമുക്ക് താഴെ എഴുതാം ഷീ ഹാസ്. ഹാസ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ഹെൽപ്പിംഗ് വെർബ് ആണ്.
ഇനി തേർഡ് ഫോം എക്സ്പീരിയൻസ്ഡ്, ഇങ്ങനെ നമുക്ക് എഴുതാം. എക്സ്പീരിയൻസ്ഡ്, ഷീ ഹാസ് എക്സ്പീരിയൻസ്ഡ്. ക്ലിയർ ആയോ? ഷീ ഹാസ് എക്സ്പീരിയൻസ്ഡ്. ഹാഡ് മുകളിൽ നമ്മൾ ഹാസ് ഹാഡ് എന്ന് ഉപയോഗിച്ചില്ലേ? ഹാഡിന് പകരം എക്സ്പീരിയൻസ്ഡ് എന്ന് പറയാം. ഹാസ് എക്സ്പീരിയൻസ്ഡ് എന്ത്? Headache. She has experienced a headache over the last 5 years. നമുക്ക് എഴുതാം for the last 5 years. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ഈ 3 രീതിയിലാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. She has been experiencing headache for the last 5 years. അല്ലെങ്കിൽ she has had headache over the last 5 years. അല്ലെങ്കിൽ she has experienced headache for the last 5 years. ഇത് 3ഉം കറക്റ്റ് ആണ്. ക്ലിയർ ആയോ? യെസ്. അടുത്തത് സെന്റൻസ് ഇതാണ്. പേഷ്യന്റ് വാസ് ഓൺ ദിസ് മെഡിക്കേഷൻ ഫോർ 6 months. ആ സെന്റൻസ് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയുന്നത്? എന്തോ ക്ലിയർ അല്ല, ഒരാള് പറയുന്നു. ആരാ പറയുന്നേ? പറഞ്ഞോളൂ, നർമ്മദ പറഞ്ഞോളൂ. പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട് സർ, ബട്ട് അവർ മെഡിക്കേഷനിൽ ഇപ്പോഴും ഉണ്ട് ഫോർ ദ 6 months ആയിട്ട്. ഓക്കെ, വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് വെർബ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണോ തെറ്റിപ്പോയത്? അങ്ങനെയാണ് ഷീ ഈസ് ഓൺ മെഡിക്കേഷൻ എഴുതിയ കറക്റ്റ് നർമ്മദ? ആസ് യു സെഡ് ഇഫ് യു റൈറ്റ് ഈസ്, ഇസ് ഇറ്റ് കറക്റ്റ്? പീരിയഡ് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട് സർ. You are given a time frame. What is the time frame given here? For 6 months. 6 മാസമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? 6 മാസം തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്തു ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതേണ്ടത്? 6 മാസമായിട്ട് എന്നാ പറയേണ്ടത്. എങ്ങനെ പറയേണ്ടത്? Patient has. പേഷ്യന്റ് എഴുതാം. പേഷ്യന്റ് patient has been. Yes, exactly കേട്ടോ. അതിന്റെ തേർഡ് ഫോം ഓഫ് വെർബ്. വാസ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈസ് എന്നുള്ളത് അതിന്റെ സിമ്പിൾ പ്രസന്റ് ഫോം ആണ്. ഹാസ് ബീൻ എന്നുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹാസ് ബീൻ, ഷി ഹാസ് ബീൻ ഓൺ ദിസ് മെഡിക്കേഷൻ for 6 months. For 6 months. ഇത്രയേ ഉള്ളൂ. She has been on this medication for 6 months. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് she has been taking എന്ന് എഴുതിയാലും she has been taking this medication for 6 months. ആ 2 രീതിയിലും കറക്റ്റ് ആണ്. ഏറ്റവും സിമ്പിൾ നമ്മൾ was, is അതിന്റെ തേർഡ് ഫോം has been. was എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. is എന്നത് പ്രസന്റ് ഫോം ആണ്. അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം ആണ് ഹാസ് ബീൻ. തേർഡ് ഫോം ഓഫ് ദ വെർബ് ഹാസ് ബീൻ എന്ന് നമുക്ക് പറയാം. ബീൻ ഫോം ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോകാം. അടുത്ത സെന്റൻസ് എന്താണ്? ഷി വാസ് ഓൺ പെയിൻ സിൻസ് സർജറി. ഇസ് ഇറ്റ് എ കറക്റ്റ് സെന്റൻസ്? No sir, wrong sir. അപ്പൊ എന്താണ് കറക്റ്റ് സെന്റൻസ്? പറയാമോ എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് അല്ലാത്തത്? സർജറി കഴിഞ്ഞിട്ട് ഇപ്പോഴും പെയിനിലാണ്. സർജറി കഴിഞ്ഞ് അന്നേരം മുതൽ ഇപ്പോഴും പെയിൻ ഉണ്ട്. പക്ഷേ വാസ് എന്ന് പറഞ്ഞ ഇപ്പോൾ പെയിൻ ഉണ്ടോ? ഇല്ല. സർജറി മുതൽ ഇപ്പോഴും പെയിൻ ഉണ്ടെന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? കറക്റ്റ് ചെയ്ത് പറയാമോ? എന്നാണ് പറയേണ്ടത്. She has been experiencing pain. She has been on pain. Simple ആയിട്ട് she has been on pain എന്ന് എഴുതാം. She has been on pain. ബാക്കി നിങ്ങൾ എഴുതിക്കോളൂ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. എങ്ങനെയാ പറയേണ്ടത് പറയാമോ? She has been experiencing. She has been, yes, she has been experiencing pain. ഇതിന്റെ ബാക്കി നിങ്ങൾ എഴുതുക കേട്ടോ. എക്സ്പീരിയൻസിങ് സിങ്സ് എന്ന് എഴുതുക. ഇനി വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. എന്താണെന്ന് പറയാൻ പറ്റുമോ? അന്ന് മുതൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ പ്രസന്റ് പെർഫെക്റ്റിൽ എഴുതാം. എങ്ങനെയാണത്? നമുക്ക് എഴുതാം. She has had pain. She has had pain. എപ്പോൾ മുതലാണ്? Since surgery. She has had pain since surgery എന്ന് പറഞ്ഞാൽ മുതൽ തുടങ്ങി ഇപ്പോഴും ഉണ്ടെന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ?
Yes, sir. PAN. Yes, sir. She has, നമുക്ക് എഴുതാം she has been on pain, ഒന്നെങ്കിൽ she has been was ന്റെ തേർഡ് ഫോം ഉപയോഗിക്കുക, been ഫോം ഉപയോഗിക്കുക. She has been on pain since surgery, അല്ലെങ്കിൽ she has been experiencing pain since surgery, അല്ലെങ്കിൽ she has had pain since surgery. നമുക്കതിനെ ഒരു രീതിയിലും കൂടി എഴുതാം. ആരെങ്കിലും പറയാമോ? ചിന്തിച്ച് പറഞ്ഞോളൂ. Experiencing. Very good. She has experienced pain. Very good. Experienced. Yes, she has. Yes. She has experienced pain since surgery. Clear ആയോ? Yes, sir. ഇങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. ഈ 4 രീതിയിൽ എഴുതാം. കറക്റ്റ് ആയിട്ട് എഴുതി ഒരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ട്. ടൈം ഫ്രെയിം തന്നിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ എന്നാണ്. അപ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതേണ്ടത്. She has been on pain since surgery എന്ന് പറയാം. She has been experiencing pain since surgery എന്ന് പറയാം. She has had pain since surgery എന്ന് പറയാം. She has experienced pain since surgery. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. Shall we go to the next one? Yes, sir. Yes, she is doing well since discharge. എങ്ങനെ എഴുതുന്നത്? കറക്റ്റ് ആണോ? Is it right or wrong sentence? പറയാവോ? Wrong. Wrong. Wrong, sir. Sentence ആണ്. Wrong. Wrong sentence പറയാവോ? എന്തുകൊണ്ടാണ് നിങ്ങൾ wrong എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? Period of time Period of time. You are given a period of time. What is the period of time? Since discharge. Since discharge. Discharge മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? Discharge മുതൽ എന്ന് കൃത്യമായിട്ട് പറയുന്നത്. So you cannot use the word, you cannot use present continuous. Present continuous tense. Instead you have to use present perfect. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. So how can we correct? Somebody can please try, all of you try in all the possible way. എഴുതാവോ നിങ്ങൾ? He has. പറഞ്ഞോണ്ട് എഴുതിക്കോളൂ. Keep your mic turned on, all of you, and try to write. She has been doing well. Present perfect. Present perfect continuous എഴുതാം. ഞാൻ തരാം, നിങ്ങൾ എഴുതിക്കോളൂ. She has been doing well since She has been doing well since discharge. Exactly. She has been doing well since discharge. Yeah, very good. ഒരു രീതിയാണ്. അതാണ് വെരി സിമ്പിൾ ആയിട്ട് വേണം പറയാം. She has been well since discharge. Doing well, it's okay ആണ്. She has been well since discharge. അതും പറയാം. Accurate ആയിട്ട് she has been doing well since discharge. അങ്ങനെയാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആകുന്നുണ്ടോ? ഇനി അടുത്തത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ചിന്തിച്ചിട്ട് പറയണം. He did not have bowel motions for 3 days. Before the last exam question paper, ഡോക്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതാണത്. ഡോക്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. He did not have bowel motions for 3 days. എങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്ത് എഴുതേണ്ടത്? കേസ് നോട്ടിൽ ഇങ്ങനെയല്ല, അത് കുട്ടി എഴുതിയത് ഇങ്ങനെയായിരുന്നു, ഡോക്ടർ എഴുതിയത് ഇങ്ങനെയായിരുന്നു, തെറ്റിച്ചെഴുതി. അത് കറക്റ്റ് ചെയ്ത് എങ്ങനെ എഴുതണം പറയാമോ? ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. He haven't had bowel motion. Having had എന്ന് പറയാൻ പറ്റുമോ? അത് ഏത് ടെൻസ് ആണ്? കറക്റ്റ് ആണ്. ചിന്തിച്ച രീതി കറക്റ്റ് ആണ്. നമ്മത് the way you thought was right, but you made a slight mistake with the helping verb and main verb. Has not. Sorry, sir. Exactly. Singular. Has not. Yes, exactly. ഇവിടെ നമ്മൾ if you have confusion, try to avoid not. Avoid not. നമ്മൾ എഴുതുന്ന he did not have bowel motion for 3 days എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്ക് bowel motion ഉണ്ടായിട്ടില്ലെന്നാണ്. എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞേക്ക് he had bowel motions for 3 days. അങ്ങനെ തെറ്റിച്ചെഴുതല്ലേ? അതിനെ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെ എഴുതുന്നത്? He has had, കറക്റ്റ് ആയിട്ട് ഉണ്ട് എന്ന് പറയുന്നത് he has had bowel motion for 3 days. അങ്ങനെയല്ലേ പറയേണ്ടത്? ബൗൾ മോഷൻ ഉണ്ട് എന്ന് പറയും. കഴിഞ്ഞ 3 ദിവസമായിട്ട് ബൗൾ മോഷൻ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാ പറയാവോ? He has had bowel motions for 3 days. അങ്ങനെയാണെങ്കിൽ ഉണ്ടായിട്ടില്ല, ബൗൾ മോഷൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. അതിന് നെഗറ്റീവ് സെന്റൻസ് ആക്കിയാൽ മതി. How can you make negative sentence? By adding not. That's all. He has not had bowel motions for 3 days. Clear ആയോ? Yes, sir.
Or else you can change a little words and say he has not opened. അങ്ങനെ ഉപയോഗിക്കാം. Bowl open ചെയ്യാന്നല്ല പറയുന്നത്. But he has not opened bowl for 3 days. അങ്ങനെ നിങ്ങൾക്ക് പറയാം. He has not opened bowl for 3 days. Is there any other way? Anybody? 14 പേരുണ്ടല്ലോ. Any other way? Any other way? ഈ മിണ്ടാതിരിക്കുന്നവരത് ഉത്തരം പഠിക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ if possible you can keep your mic turned on and answer to my questions. Then we can make sure that you are thinking. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. Make mistake, no problem. You are welcome to make mistake. All of you are welcome to make mistake in this class. It's not a mistake, okay? You can make mistake. Then we will correct it. മിസ്റ്റേക്ക് വരുത്തിയാൽ എന്തുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ ചിന്തിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുകയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞ് he did not have bowel motions for 3 days. എങ്ങനെ എഴുതേണ്ടത്? He has not for 3 days. Has not had bowel motions for 3 Had bowel days. motion for 3 days. He has not opened the He bowl has for opened bowel for 3 days. 3 days. Yes, not about 3 days. നിങ്ങൾ എഴുതി വിചാരിക്കുന്നു. ഇനി അടുത്തത് അടുത്ത സെന്റൻസ് വായിക്കാവോ നിങ്ങൾ? ആറാമത്തത്. He was complaining of back pain for a week. He was complaining of back pain for a week. ദിവസമായിട്ടാണ്? എത്ര ദിവസമായിട്ടാണ്? അതെല്ലാം പ്രസന്റിലെ കണ്ടീഷൻ ആയിട്ടാ പരിഗണിക്കേണ്ടത് കേട്ടോ. ഒരാഴ്ചയായിട്ട് പറയുന്നത് ഇപ്പോഴും ഉണ്ടെന്നാ കേസ് ഉണ്ട്. ഇന്നത്തെ ഡേറ്റിലാ ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതണം? He has been complaining. You can write in all the possible way. എഴുതിക്കുക നിങ്ങൾ എല്ലാവരും. You can recite and try writing. So I can hear. Has been complaining of back pain. He has been. Okay. A week long history of No. week long history. No. Week long history എഴുതാം, കുഴപ്പമില്ല. ഇത് പ്രസന്റിങ് വരുമ്പം നമ്മൾ എഴുതുമ്പം ആ ദിവസത്തെ എഴുതുമ്പം പ്രസന്റഡ് വിത്ത് വീക്ക് ലോങ് ഹിസ്റ്ററി ഓഫ് എഴുതാം, കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതാം? She has complained of back He has pain. been complaining of back pain Very good. First for thing, a week. he has been complaining of Complaining of back pain. pain for a week. Okay, very good. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് പറയാമോ? കംപ്ലൈൻ എന്നുള്ളതിന്റെ തേർഡ് ഫോം ഹാസ് Complained. complained of back pain for a week. He has complained of back pain for a week. ഇനി ഏതെങ്കിലും വേറെ രീതി ഉണ്ടോ? He has had പറയില്ലേ sir? He has had എന്താ? complaining എന്നുള്ള വാക്ക് എടുത്ത് മാറ്റിയിട്ട് back pain. He has had back pain for a week. Exactly correct ആണ്. He has had back pain for a week. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? കംപ്ലൈന്റ് മാറ്റിയിട്ട് പെയിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂഷ്വൽ വെർബ് Experiencing. പറഞ്ഞോ. He has experienced back pain for a week. Clear ആയോ? So these are the different ways of writing sentences. Okay, മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് അടുത്തതിലേക്ക് പോകാം. റെഡി അല്ലേ? യെസ്. അടുത്തത് വായിച്ചു നിങ്ങള്. Seventh one. വായിക്കാമോ? Arthritis on a right hand since 1991. She has problems with arthritis on her right hand since 1991. Since 1991 മുതലുണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞു. 1991 മുതലുണ്ട്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാ? She has problems. What does it mean to say has problems? ഇപ്പോഴുണ്ടെന്നാണോ? കുറെ കാലം മുമ്പ് തുടങ്ങി ഇപ്പോഴും ഉണ്ടെന്നാണോ? എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടെന്ന് ഹാസ് എന്ന് പറഞ്ഞാല്. പക്ഷെ ഇവിടെ 1991 മുതൽ ഉണ്ടെന്നാ പറയേണ്ടത്. അതിന് നമ്മൾ ഏതാ ടെൻസ് ഉപയോഗിക്കേണ്ടത്? We have to perfect tense. അല്ലേ? അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പറയാമോ? She has had problems with arthritis on her right hand. Problems with arthritis on her right hand since 1991. She has had problems with this with arthritis on her right hand since 1991. Any other way? Any other way? She has been experiencing. She has been experiencing problems with arthritis on her right hand since 1991. Any other way?
ഏതെങ്കിലും വേറെ രീതിയിൽ എഴുതാൻ പറ്റുമോ? Experienced problems with the arthritis on her right hand since 1991. Very good. Very good. അത് കറക്റ്റ് ആണ്. ഇത്രയും കറക്റ്റ്. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? Any doubt? Last She has experienced problems with arthritis on right hand since 1991. She has experienced. She has had problems with arthritis. She has been experiencing. മനസ്സിലായോ? Any doubt? Anybody? Any doubt? ഇല്ല. അടുത്തത് he was a smoker for the last 25 years എന്നാണ്. എങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതുന്നത്? He was a smoker for the last 25 years. അത് കറക്റ്റ് ആണോ? സെന്റൻസ് കറക്റ്റ് ആണോ? 25 years ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതണം? He has been smoking for the last 25 years. Yes, he has been smoking for the last 25 years. Present perfect continuous tense നമുക്ക് എഴുതാം. ആ സ്മോക്കർ എന്ന നൗണ് അതേപോലെ റിറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? സ്മോക്കിംഗ് എന്ന വെർബ് മാറ്റാതെ സ്മോക്കർ എന്നുള്ള നൗണ്. He has He has been a smoker. He has been a smoker. Exactly. He has had been a smoking smoker. habit. He has had a smoking habit എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയല്ല. He is a smoker. He has been a smoker for the last 25 years. Has been a smoker for the last 25 years. He has been smoking for the last 25 years. ഇനി ഒയിറ്റിൽ നമ്മൾ എങ്ങനെ ഹാബിറ്റ് പറയേണ്ടത്? ഒയിറ്റിൽ ഹാബിറ്റ് എങ്ങനെ പറയുന്നത്? സ്മോക്കർ വെച്ചിട്ട് എന്തോ? സ്മോക്കർ വെച്ചിട്ട് എന്തായിരുന്നു? She has been a smoker. She has smoker. Been a smoker. been a smoker for the last 25 years. She has been a smoker for the last 25 years. Clear ആയോ? Yes. ഇനി അടുത്തത് ഒരു ഹാബിറ്റ് എങ്ങനെ നമുക്ക് എഴുതുന്ന കൂടെ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഒയിറ്റിൽ മിക്ക ലെറ്ററിൽ ഹാബിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹാബിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഹാബിറ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എഴുതിക്കോളൂ. സ്മോക്സ് 2 packets of ഇന്നിപ്പോ രാവിലെ ഒരു ക്ലാസ് എടുത്തതിന്റെ അതിനകത്തുള്ള ഹാബിറ്റ് പറയാം. സ്മോക്സ് 2 packets of cigarettes. Drinks എത്ര കോഫി ആയിരുന്നു? 6 glasses of coffee a day. അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഹാബിറ്റ് പറയുന്നത്? ഷീ ഹാസ് എ ഹാബിറ്റ് അങ്ങനെയാണോ പറയേണ്ടത്? എന്താ ഹാബിറ്റ് എന്ന് പറയുന്നത്? ഒരു പേഷ്യന്റ് ഡെയിലി ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ സൂര്യൻ ദിവസവും കിഴക്കുദിക്കുന്നു പറയുന്നത് എങ്ങനെയാ? സൂര്യൻ ഹാസ് എ ഹാബിറ്റ് ഓഫ് റൈസിംഗ് ഇൻ ദി ഈസ്റ്റ് ആണോ? അത് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. സൺറൈസസ് ഇൻ ദി ഈസ്റ്റ്. വി നെവർ സേ സൺ ഹാസ് എ ഹാബിറ്റ് ഓഫ് റൈസിംഗ് ഇൻ ദി ഈസ്റ്റ്. ദാറ്റ്സ് എ റോങ് യൂസേജ്. ഹാബിറ്റ് എല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. സെയിം വിത്ത് ഒഇടി. സെയിം ഗ്രാമർ റൂൾ ആണ് ഒഇടിയിലുള്ളത്. യു ഹാവ് ടു യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ടു ഷോ എ ഹാബിറ്റ്. അപ്പൊ നമ്മൾ പറയുന്നത് ഹി ഡ്രിങ്ക്സ് 6 to 8 coffee and smokes 3 to 2 packets of cigarettes. a day എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി. സോ എല്ലാവരും she drinks He drinks 6 glasses of coffee and smokes 2 packets of cigarettes a day. a day. Okay. അങ്ങനെയാണ് ഹാബിറ്റ്സ് എഴുതേണ്ടത്. അങ്ങനെയാണ് പ്രിഫറൻസ് എങ്ങനെ എഴുതേണ്ടത്? നമുക്ക് വെരി ഓഫ്റ്റൻ ഇപ്പോൾ നമുക്ക് ഡോക്ടേഴ്സിന്റെ ലെറ്ററിൽ പേഷ്യന്റ് പ്രിഫറൻസ് വരാറുണ്ട്. ഡോക്ടേഴ്സിന്റെ ലെറ്ററിൽ കൂടുതൽ എപ്പോഴും പ്രിഫറൻസ് വരാറുണ്ട്. എങ്ങനെ നമ്മൾ പ്രിഫറൻസ് എഴുതുന്നത്? ഷീ പ്രിഫേഴ്സ്. സിമ്പിൾ ആയിട്ട് ഷീ പ്രിഫേഴ്സ് ടു ഹാവ് ഒന്നും പറയരുത്. ഷീ പ്രിഫേഴ്സ് നമുക്കൊരു ഷീ പ്രിഫേഴ്സ് മിൽക്ക് ആൻഡ് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് എന്നാണ്. അതെങ്ങനെ എഴുതേണ്ടത്? She prefers milk and non-vegetarian diet. She prefers milk and non-vegetarian diet. Preference എഴുതുമ്പോൾ she prefers എന്ന വാക്ക് ഉപയോഗിക്കുക. ഹാബിറ്റ് എഴുതുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ she drinks 6 to 8 coffee, she smokes 3 to 5 cigarettes എന്നാ പറയേണ്ടത്. ഇനി ദിവസവും നടക്കുന്നോ? എങ്ങനെ പറയേണ്ടത്?
walks. shop. He walks. He walks. To shop. He walks up to shop എന്നാണ്. Listening to music എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതുന്നത്? He listens to music. listens to music. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. Clear ആയോ? Yes, sir. We shall see tomorrow again. Until then, please take care, all of you.